ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച ദിവസമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല, എന്നാലും ഇന്ന് അത്ര അധികമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി വന്നു കേട്ടോ. അങ്ങനൊരു ദിവസമാണ്. നമുക്ക് എന്താ വായ കീറിയ അള്ളാഹ്ക്ക് തിന്നാൻ തരാനും അറിയാമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നേ. അപ്പോൾ കറിയൊക്കെ തലേ ദിവസത്തെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതേ പത്തിരിക്കൊന്ന് പൊടി വാട്ടുകയാണ്. അപ്പോൾ കുറച്ച് മുട്ട ബജി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ മുട്ട ചൂടാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പത്തിരിയുടെ പൊടിയൊന്ന് ചൂടാറി കിട്ടുമല്ലോ. എന്തായാലും ബജി ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്ന് സബോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉണ്ണി അതിലിട്ടിട്ട് ഒന്ന് മസാല ആക്കിയിട്ടാണ് കേട്ടോ ബജി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കട്ടെ. ഞാനങ്ങനെ കുറച്ചൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് പിന്നെ ഉമ്മ പോയി വരുമ്പോൾ അത്യാവശ്യം പൊരിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കണ നേരത്ത് ആവശ്യത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ല, പെട്ടെന്ന് അറിയാതെ വാങ്ങിച്ചു കൊണ്ടുവരികയും കൂടെ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ മുട്ടയുടെ ഉണ്ണി വഴറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ ഒരു മസാല ഉണ്ടാക്കണം കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെയാണോ മസാല ഉണ്ടാക്കുന്നത് അതേപോലെ കുറച്ച് മസാല ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ട നടു കീറിയെടുത്ത് അതിൽ ഉണ്ണി എടുത്തിട്ട് ഒന്ന് പൊടിച്ച് അതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിയും, എന്നാൽ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവും കേട്ടോ. ഞാനിത് കോപ്പി അടിച്ച് ചെയ്യണത് തന്നെയാണ്. ഇവിടെ കുട്ടികൾക്ക് പൊരിച്ചതില്ലാണ്ട് തീരെ പറ്റില്ല കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പൊരിച്ച കടി ഒരു തരിയെങ്കിലും വേണം. അതാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നോമ്പുണ്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ നോക്കുക. അതാണ് കേട്ടോ ഇന്ന് ഈ പൊരിച്ച കടി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ ചൂടുകൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. എല്ലായിടത്തും നല്ല ചൂടായി വന്നില്ലേ. പിന്നെ ഒരു മഴ വരുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ്. അള്ളാഹ് അത്ര ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ വിചാരിക്കണം. ഇൻഷാ അള്ളാഹ് മഴയൊക്കെ പെട്ടെന്ന് ഉണ്ടാവും എന്ന് വിചാരിക്കണം. വേനൽ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ പെയ്യണുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മളവിടെ ഒന്നും ഇതുവരെ മഴ എത്തിയിട്ടില്ല കേട്ടോ. പാടത്തിൻ്റെ സൈഡാണെന്നുണ്ടെങ്കിലും നല്ല പോലെ ചൂടുണ്ട്. അങ്ങനെ മുട്ട ബജിയുടെ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാല ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കടൽമാവിൽ മുക്കി ഒന്ന് പൊരിക്കുക വേണ്ട കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയണമായിരുന്നല്ലേ അല്ലേ. പിന്നെ ഇന്നിപ്പോൾ പത്തിരിക്ക് കറിയായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അതിനുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കറി ഒന്ന് ആക്കുക, പത്തിരി ഒന്ന് ചുട്ടെടുക്കുക, അത്രയൊക്കെ തന്നെ പണിയുള്ളൂ കേട്ടോ. പത്തിരി ചുടലും പരത്തലും അതുപോലെ തന്നെ കറി ഉണ്ടാക്കലും ഒക്കെ ഒപ്പം തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരൊറ്റ ചൂടാണ്ട് കൊണ്ടാൽ മതിയല്ലോ. അത് കഴിഞ്ഞാൽ ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കി പുറത്തിറങ്ങി ഫാനിട്ട് സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ മെനക്കെടണം. അതൊപ്പം തന്നെ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പണി പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്ന് പിന്നെ പാതുവിനും ഫൈക്കുട്ടിക്കൊക്കെ നോമ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയേക്കാണ് അവർ. ഇനിയിപ്പോൾ സ്കൂളിൽ പോയി വരുമ്പോൾ എന്താവും ഹാലെന്നറിയില്ല. പാതുവിന് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഫൈക്കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കിണുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിശക്കണമെന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ സോപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നിർത്തുകയാണ് ചെയ്യാറ്. അങ്ങനെ ദേ കറിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തിരി ചുടൽ കഴിഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ടേ. അങ്ങനെ ദേ നോമ്പ് തുറക്കാനുള്ള ആൾക്കാരും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം കലക്കിയതുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞതുണ്ട്,
നമ്മൾ ഉണ്ടാക്കിയ മുട്ട വെച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തിരി കൂടുതലാണെന്നേ, എന്ത് ചെയ്യുക, അറിയാതെ വാങ്ങിച്ചു പോയതാണ്. ഉമ്മക്ക് അറിയില്ലായിരുന്നു ഒന്നും ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ആയി അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നോമ്പൊക്കെ തുറക്കണം, ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.